സംവരണം വേണ്ടത് താഴെ നിൽക്കുന്ന ആൾക്കാർക്കാണ്. ബേസിക്കലി റിസർവേഷൻ എന്ന് പറയുന്ന ആ ഒരു മീഡിയം തന്നെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയാം? നിങ്ങൾക്ക് വേണമെന്നല്ലേ പറഞ്ഞേ? എന്തിനാണ് റിസർവേഷൻ? മുൻഗണന എല്ലാ കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് വേണം. മുൻഗണനയല്ല, അത് പ്രയോറിറ്റിയാണ്. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ സംവരണം. സംവരണം മീൻസ് ഒരു 100 സീറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, അതിൽ 25 സീറ്റ് ഇന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ബസിന്റെ കാര്യം മാത്രം എടുത്ത് പറയാം. ഒരു ബസ്സിൽ കയറുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സീറ്റ് ഉണ്ട്. 25% സീറ്റാണ് ഒരു ബസ്സിൽ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. പക്ഷെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല മാറ്റി വെച്ചിട്ടുള്ളത്, സ്ത്രീകൾക്കും വൃദ്ധജനങ്ങൾക്കും വികലാംഗർക്കും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ പോലെ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആളുകളെ പോലെ കാണേണ്ട ആളുകളാണ് സ്ത്രീകൾ എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യൂ, ഞങ്ങൾ അങ്ങനെ സ്പെഷ്യലി ഏബിൾഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇക്വാലിറ്റിക്ക് വേണ്ടി ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ചെറിയ റീല് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റീല് അമൃത ടിവിയുടെ ഏതോ ഒരു പ്രോഗ്രാമിൽ നിന്ന് കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതിന്റെ മുഴുവൻ വീഡിയോയും ഞാൻ ആ ഒരു ചാനലിൽ പോയി കണ്ടപ്പോഴത്തേന് ഈ റീലിനകത്ത് ഉദ്ദേശിക്കുന്ന സംഗതിയൊന്നും അല്ല. അവിടെ ചെറിയൊരു ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ് ആണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഡിബേറ്റിൽ അത്തരത്തിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ചില അനാലിസിസുകൾ വരും. അതൊക്കെ ഒരു സമൂഹത്തിൽ സാധാരണയായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റീലിനകത്ത് വലിയ കാര്യമായിട്ടുള്ള ഡിസ്കഷൻസും എൻഗേജ്മെന്റും ഒക്കെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉണ്ട്. പണ്ടൊക്കെ ഇത്തരത്തിലുള്ള റീലുകൾ വന്നു കഴിഞ്ഞാൽ റിസർവേഷനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചിട്ടും ഒക്കെ വലിയ കാര്യമായിട്ട് സംസാരിച്ചിരുന്നു. അതിന് ഞാൻ അനുവദിച്ചിരുന്ന ഒരു ടൈം എൻ്റെ ഇത് കഴിഞ്ഞു. ഞാനിപ്പം വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ഡിസ്കഷനെയൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് പക്ഷം പിടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കാലത്ത് നമ്മൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ടിയിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ആളുകൾ ബോധവാന്മാരാണ്. എവിടെയെങ്കിലുമൊക്കെ ഇക്വാലിറ്റി ഹനിക്കപ്പെടുന്ന സാഹചര്യം ആരുടെയെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാലത്തൊക്കെ കാര്യമായി തന്നെ എല്ലാ ആളുകളും പണിപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മളും ആ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്കഷൻസിനെയൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് ഇരുന്ന് നോക്കി കാണാനായിട്ട് സാധിക്കും. ഇവിടെ ബേപ്പൂർ സുൽത്താൻ എന്ന ചാനലിലെ ക്രിയേറ്ററും മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ചെറിയൊരു ഡിസ്കഷനാണ്, ഒരു ചെറിയ ഡിബേറ്റ് മോഡിൽ പോകുന്ന ഒരു സംഗതിയാണ്. ചാനലിന്റെ അവതാരകർ ഇട്ടുകൊടുത്ത വിമൻ റിസർവേഷൻ വേണോ എന്നുള്ള ഒരു ചോദ്യത്തെ അധികരിച്ചിട്ടാണ് അവിടെ ഒരു ഡിബേറ്റ് നടക്കുന്നത്. സബ്ജക്റ്റീവ് അനാലിസിസുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ, കണ്ട ചില എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ, തോന്നലുകൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ രണ്ടുപേര് സംസാരിക്കുന്നത്. കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ സംസാരിക്കുന്നത് ബേപ്പൂർ സുൽത്താൻ ചാനലിലെ ക്രിയേറ്ററാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ധാരാളം കയ്യടികൾ കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു കയ്യടികൾ ഒരു വിഭാഗത്തിനോടുള്ള ഒരു ഹെയ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ് എന്ന് കമന്റ് ബോക്സ് കണ്ട സമയത്ത് തോന്നി. സ്ത്രീകൾക്കെതിരായി എന്തെങ്കിലുമൊക്കെ ഇത്തിരിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കയ്യടികൾ കിട്ടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെയുണ്ട്. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീ വിമൻ റിസർവേഷനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ക്ലാരിറ്റിയോടെ പ്രസന്റ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതേപോലെ തന്നെ അതിനകത്ത് പലതും തെറ്റുമാണ്. ഏതായാലും ആ ഒരു വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ബേപ്പൂർ സുൽത്താൻ ചാനലിലെ ക്രിയേറ്ററിനെ പോലെ നല്ല രീതിയിൽ കഥകൾ പ്രസന്റ് ചെയ്യുന്നതും അത് കേൾക്കുന്നതും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഞാനൊരു കിടിലൻ ആപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. കുക്ക് ഓഫ് എം ആപ്പ്. കുക്ക് ഓഫ് എം ആപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ ഗംഭീരമായിട്ടുള്ള സ്റ്റോറി പ്രസന്റേഷൻ, സ്റ്റോറി ടെല്ലിങ്ങുകൾ കേട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്ത് പല ആളുകൾക്കും പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ആ ഒരു സമയത്ത് നമ്മുടെ യാത്രകളിലും ഫ്രീ ടൈമിലും ഒക്കെ കേൾക്കാനായിട്ട് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. ഫിക്ഷനും നോൺ ഫിക്ഷനും ഒക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഫാൻസി സിറ്റിക്കോരെയൊക്കെ ഞാൻ വായിച്ചു തുടങ്ങിയിട്ട് 2-3 പേജിൽ നിർത്തിയതാണ്. പിന്നീട് അത് മുഴുവിപ്പിക്കുന്നത് കുക്ക് ഓഫ് എം ആപ്പിൽ കൂടെയാണ്. അതേപോലെ റൂത്തിന്റെ ലോകം, മഞ്ഞവെയിൽ മരണങ്ങൾ, ഇതൊക്കെ റീസെന്റ് ആയിട്ട് ഞാൻ കുക്ക് ഓഫ് എം ആപ്പിൽ കൂടെ ആസ്വദിച്ച ഓഡിയോ ബുക്കുകളാണ്. ഇപ്പോൾ കുക്ക് ഓഫ് എം ആപ്പ് ഗംഭീരമായിട്ടുള്ള ഒരു ഓഫർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. 7 ദിവസത്തെ ട്രയൽ പീരീഡ്. ഈ 7 ദിവസം നിങ്ങൾ സൗജന്യമായിട്ട് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് തൃപ്തിപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ക്ലാസിക് സാഹിത്യം മുതൽ ആധുനിക ബെസ്റ്റ് സെല്ലറുകൾ വരെ ഉൾപ്പെടുന്ന കുക്ക് ഓഫ് എമ്മിന്റെ കണ്ടന്റ് വൈവിധ്യം ആസ്വദിക്കാനായിട്ടും ആപ്പ് ഉപയോഗിക്കാനായിട്ടും ഡൗൺലോഡ് ചെയ്യാനായിട്ടും ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗിക്കുക. വീഡിയോയിലേക്ക് തിരികെ വരാം. അതിനോടൊപ്പം ആ ഒരു റീലിന്റെ ചില ഭാഗങ്ങൾ നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട്. അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിലും വിമൻ റിസർവേഷൻ തുടരേണ്ടി വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഞാൻ സംസാരിക്കുന്നതല്ല, ഞാൻ അതിന്റെ ഡാറ്റ പലയിടത്തു നിന്ന് കളക്ട് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പഠനങ്ങളൊക്കെ സ്വയമായിട്ട് പോയി വായിച്ച് പരിശോധിച്ച് തീരുമാനത്തിൽ എത്താൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ തീരെ ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. റിസർവേഷൻ ആവശ്യകത ഉണ്ടോ? അതിനോട് യോജിക്കുന്ന ആരാണ്? സ്ത്രീകൾക്ക് മുൻഗണന ആവശ്യമുണ്ട്, വേണമെന്നാണ് സജിതയുടെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം? ഞാൻ സ്ത്രീയും പുരുഷനെന്ന് കാണാറില്ല, മനുഷ്യനെ കാണാറില്ല.
അതുകൊണ്ട് ഇക്വാലിറ്റിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇക്വാലിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ മേ ബി ഈ ഒരു ഇങ്ങനെ ഒരു മുൻഗണന ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിലായിരിക്കാം ഇദ്ദേഹം നിൽക്കുന്നത്. ആദ്യം തന്നെ പറയേണ്ട ഒരു സംഗതിയുണ്ട്, രണ്ടു വ്യക്തികളും തുടക്കത്തിൽ പിടിക്കുന്ന പക്ഷം രണ്ടും ശരിയാണ്. ഹ്യൂമൻ എന്ന ഉള്ള ഒരു രീതിയിൽ മാത്രം ലോകത്തെ കാണാൻ ശ്രമിക്കുന്ന വിശാലമായിട്ടുള്ള ചിന്താഗതിയാണ് ഇദ്ദേഹത്തിനുള്ളത്. ബേപ്പൂർ സുൽത്താൻ ചാനലിന്റെ ക്രിയേറ്റർ, അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയി, വളരെയധികം ക്ഷമയോദിക്കുകയാണ്, ഞാൻ ഒത്തിരി നോക്കിയിട്ടും കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വിശാലമായിട്ടുള്ള ഒരു ചിന്താഗതിയുണ്ട്. നമ്മളെപ്പോലെ കുറേയധികം ആളുകൾക്ക് അത്തരത്തിലുള്ള വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. എനിക്കും അത്തരത്തിലുള്ള ഒരു ലോകമാണ് ആഗ്രഹം. ഇപ്പോൾ ആ ഒരു സ്ത്രീയോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം സ്ട്രോങ് ആയിട്ട് തന്നെ റിസർവേഷനെ അനുകൂലിക്കുന്നുണ്ട്. അതും വളരെ ശരിയായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കേണ്ടതുണ്ട്. സ്ത്രീകൾ എങ്കിലും അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം ആളുകൾ എങ്കിലും, രണ്ടു പക്ഷവും ശരിയാണ്. ഒരു ഡിസ്കഷൻ കൊണ്ട് ഇത് കാണുന്ന ഓഡിയൻസിനും അവരിലേക്കും ആ ഒരു ചിന്ത കൊണ്ടുവരണം. അത് വേണോ വേണ്ടയോ, ഇതിപ്പോ റിസർവേഷൻ സ്വീകരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അതിന് ഡിസേർവിംഗ് ആണോ, ഞാനത് റിസീവ് ചെയ്യാൻ ഏബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ഇത് കാണുന്നവരിലേക്ക് നോളജ് പോകണം, ഇൻഫർമേഷൻ കിട്ടണം, ചിന്തിപ്പിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ 5 മിനിറ്റ് ആണ് നിങ്ങളുടെ ടൈം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഈ ഒരു റീലിനകത്ത് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ് മിയ അവിടെ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് റിസർവേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ സ്വീകരിക്കണോ അല്ലെങ്കിൽ ഞാനത് സ്വീകരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിക്കണം എന്നുള്ള ഒരു ചെറിയ ഒരു ലൈൻ, അത് അത്രയധികം ക്ലാരിറ്റിയോടെ വന്നില്ല. പക്ഷെ അത് വളരെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പം നമ്മളുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ചിട്ട് റേഷൻ കാർഡ് സ്വയമേ അങ്ങനെ മാറാറില്ല, നമ്മൾ പോയി മാറ്റേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ കേപ്പബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റിസർവേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാതെ ഇരിക്കുന്നതും അത് വളരെ മാന്യമായിട്ടുള്ള ഒരു രീതിയാണ്. അതൊക്കെ ബെറ്റർ സിവിലൈസ്ഡ് സൊസൈറ്റി ആവുന്ന സമയത്ത് ആളുകൾ സ്വയം ആർജിക്കുന്ന സംഗതികളാണ്. അപ്പോൾ സിസ്റ്റം ബെറ്റർ ആവുന്ന സമയത്ത്, എപ്പോഴും ഞാൻ പല ആളുകളോടും പറയാറുള്ള ഒരു സംഗതിയാണ്, സിസ്റ്റം ബെറ്റർ ആവുന്ന സമയത്ത് പരാതികൾ പരിഹരിക്കപ്പെടും. ഇപ്പോൾ ഈ ഭിന്നശേഷി ആനുകൂല്യം, അതേപോലെ തന്നെ ജാതി ആനുകൂല്യമൊക്കെ എല്ലാ ആൾക്കാരും, സാധിക്കുന്ന എല്ലാ ആൾക്കാരും കൈപ്പറ്റാറുണ്ട്. ഇപ്പോൾ ഭിന്നശേഷി ആനുകൂല്യത്തിൽ IAS പദവിയിലെത്തിയ ഒരാളെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഭിന്നശേഷി ആനുകൂല്യം എടുത്ത് നമുക്ക് മാറ്റാൻ പറ്റും, അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഇല്ല. നമ്മൾ ഉൾപ്പെടുന്ന സിസ്റ്റത്തിലെ ആളുകൾ ബെറ്റർ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് ഈ വിശാലമായിട്ടുള്ള ചിന്താഗതി ഉണ്ടല്ലോ, എല്ലാ ആൾക്കാരും ഒരേപോലെ എന്നൊരു ചിന്താഗതിയിലേക്ക് നമുക്ക് സ്ട്രോങ് ആയിട്ട് എത്താൻ പറ്റും. നമ്മൾ ഉൾപ്പെടുന്ന സിസ്റ്റം കുറേയധികം ബെറ്റർ ആവാനുള്ളത് കൊണ്ട് അതിന്റെ ലൂപ്പ് ഹോളുകളിൽ കൂടെ ആളുകൾ ഈ സിസ്റ്റത്തെ മിസ്യൂസ് ചെയ്യും. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം ഞാൻ ഒട്ടും മനസ്സിലാവാത്ത ഒരു വ്യക്തിയോട് ചുമ്മാ സംസാരിച്ച സമയത്ത് പറഞ്ഞൊരു സംഗതിയാണ്, റോഡ് പണിയുണ്ട്, വളരെ സൂക്ഷിച്ച് മുന്നോട്ടേക്ക് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പണി ബാഡ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. ഈ വിമൻ റിസർവേഷനും അല്ലെങ്കിൽ എല്ലാത്തരം റിസർവേഷനും ഒരു റോഡ് പണിയാണ്. വിശാലമായിട്ടുള്ള ഒരു റോഡ് വരും. അപ്പോൾ അങ്ങടേക്കുള്ള ആ ഒരു വിശാല റോഡ് തുറക്കുന്നതിന് മുമ്പുള്ള ആ ഒരു റോഡ് പണിയിൽ നമ്മൾ ശ്രദ്ധിച്ച് പോവേണ്ടതുണ്ട്. അതൊരു വികസന രാജ്യത്തെ പ്രോപ്പർ സിസ്റ്റം ഇല്ലാത്ത ഒരു സ്ഥലത്തെ റോഡ് പണിയാവുന്ന സമയത്ത് നമ്മൾ ആ കുഴിയിൽ കൂടെ ചാടി കുടുങ്ങി പോകുന്ന സമയത്ത് ചില ആളുകൾ ആ ഒരു കുഴിയിൽ വീണ് അപായം നേരിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സംഗതിയാണ്. എന്നാൽ വിശാലമായിട്ടുള്ള ആ ഒരു റോഡ്, ഇപ്പോൾ ബേപ്പൂർ സുൽത്താൻ ചാനലിലെ ക്രിയേറ്റർ പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആ ഒരു റോഡ് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ അപകടങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ ജെൻഡറും വളരെ സൂക്ഷിച്ചു പോവേണ്ട ഒരു റോഡ് പണി നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ശരിക്കും ഇക്വാലിറ്റിയിലേക്കുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത്. ആ ഒരു ഫേസിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ അതിലേക്കുള്ള ഒരു പാതയിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവർക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ഫേസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് ബോധം ഉള്ള ആളുകളായി മാറി അവരതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അവരവരുടെ ലൈഫിനെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നോക്കി കാണുന്നു. എന്നാൽ പുരുഷന്മാരുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നിലവിലത്തെ ഫേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കാലങ്ങളായിട്ട് തലയിൽ ചുമക്കേണ്ടി വന്നിരുന്ന ഭാരങ്ങൾ അതേപടി തന്നെ ചുമക്കേണ്ടി വരാറുണ്ട്. അവർക്കൊരു കുടുംബം എന്ന് പറയുന്ന സമയത്ത് ഇന്ന സെറ്റ് ഓഫ് ക്രൈറ്റീരിയകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുരുഷന് ജോലിയില്ല. ഇപ്പോൾ നാട്ടുകാരെന്നായിരിക്കും പറയുന്നത്, അവൻ എന്തെങ്കിലും ഒരു പണിക്ക് കൂടെ, അവന് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവന് എന്തൊക്കെ ജോലികളിലൂടെ ഉണ്ട്. ശരിയാണ്, പല ജോലികളുണ്ട്, ചെയ്യാൻ പറ്റും, ചെയ്യേണ്ടതാണ്. എന്നാൽ ഒരു സ്ത്രീക്ക് ജോലിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണോ? കാര്യം അവളും അവനും കൂടെ ചേരുന്ന സമയത്താണ് ഒരു കുടുംബം ഉണ്ടാവേണ്ടത്. എന്നാൽ ഇപ്പോഴും അവിടെ നമ്മളുടെ കണ്ടീഷനിങ് കൊണ്ട് ചില എക്സ്ക്യൂസ് അവർക്ക് നൽകുന്നുണ്ട്. അവർക്കും ചെയ്യാൻ പറ്റുന്ന
ജെൻഡർ ഭേദമന്യേ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ ജോലികളുണ്ട്. അപ്പോൾ അത് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. സൊസൈറ്റിയിൽ കണക്ട് ആവുന്ന സമയത്ത്, ഒരു കുടുംബം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുരുഷൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സ്ത്രീക്ക് ചെയ്യേണ്ടി വരാറുണ്ടോ? ഇല്ല. അത് നമ്മളുടെ ആ ഒരു ഇല്ലത്തൂന്നിറങ്ങും ചെയ്ത് അമ്മാത്ത് എത്തിയില്ല എന്ന് പറയുന്ന ആ ഒരു പുരോഗമനത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. എനിക്ക് തുടങ്ങണം എന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മളുടെ സോക്കോൾഡ് കുറച്ച് നിയമങ്ങളുണ്ടല്ലോ, അലിഖിതമായ നിയമങ്ങൾ, ലേഡീസ് ഫസ്റ്റ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് തന്നെ നമുക്ക് സംവരണം ആരംഭിക്കാം. സബ്ജക്റ്റീവ് അനാലിസിസിന്റെ തുടക്കം ഇവിടെ നിന്നിട്ടാണ്. റിസർവേഷനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇൻട്രോയിൽ പറയുന്നത് ലേഡീസ് ഫസ്റ്റ് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഈ ഒരു ടോപ്പിക്കിലും ലേഡീസിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയിൽ അദ്ദേഹം കൊടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. അത് നമ്മളുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പല ആളുകളുടെ സമീപനത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ റിസർവേഷൻ കാര്യത്തെ സമീപിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അനാലിസിസ് കിട്ടില്ല. ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു ഡിബേറ്റിൽ ഇപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ലേഡീസ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യത്തിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. അത് എമ്പതിയുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. ഇപ്പോൾ പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പനോ അമ്മൂമ്മയോ അല്ലെങ്കിൽ എന്നെക്കാട്ടിലും വീക്ക് എന്ന് എനിക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരാളോ വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ചിലപ്പോൾ ഒരു സീറ്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ അവർക്ക് ഒരു കൈസഹായം കൊടുക്കുന്നതോ എൻ്റെ എമ്പത്തറ്റിക് അപ്രോച്ചാണ്. അത് ജെൻഡർ പരമായിട്ട് നമ്മൾ നോക്കി കാണുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇൻഡിവിജ്വൽ എംപതി എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാതെ ഇരിക്കുക. ഇനി അടുത്തത്, റിസർവേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തിനാണ് നിങ്ങൾക്ക് റിസർവേഷൻ? പുരുഷന്മാർക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കണം എന്നതിനോട് പൂർണ്ണമായിട്ടും എല്ലാവരും യോജിക്കുന്നുണ്ട്. ചോദ്യം സ്ത്രീകൾക്ക് എന്തിനാണ് മുൻഗണന? പുരുഷന്മാർക്ക് മുൻഗണന ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആർക്കും വേണ്ടാത്ത ഒരു വംശമായിട്ട് നിലനിൽക്കുകയാണ് പുരുഷന്മാർ. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, പബ്ലിക്കിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഇയാൾ എന്നെ തൊട്ടു എന്ന് പറഞ്ഞാൽ താൻ ഇവരെ തൊട്ടോ എന്ന ചോദ്യത്തിന് മുമ്പ് ഒരു 20 ആളെങ്കിലും എന്റെ മേലെ കൈവച്ചിട്ടുണ്ടാവും. തീർച്ചയായും അത്രയും മുൻഗണന അല്ലെങ്കിൽ സംവരണം നിലനിൽക്കെ നിങ്ങൾക്ക് എന്തിനാണ് വേറൊരു സംവരണം? ഇത് അടുത്ത പോയിന്റ് ആണ്. ഇത് റിസർവേഷനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് നിലനിൽക്കുന്ന ഒരു പോയിന്റ് ആണോ? ഇപ്പോൾ ഒരു സ്ത്രീയെ ഒരാൾ തൊട്ടു എന്ന് ഒരാൾ പറയുന്ന സമയത്ത് കയറി അടിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അത് സ്ത്രീകൾക്ക് മുൻഗണന ഉള്ളത് കൊണ്ട് അടിക്കുന്ന ആളുകളാണോ? അല്ല. നമ്മൾ ഉൾപ്പെടുന്ന ഒരു സിസ്റ്റത്തിലെ തീരെ കാര്യങ്ങളെ പക്വതയോടെ സമീപിക്കാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ ആൾക്കൂട്ട ആക്രമണമാണത്. അത് സ്ത്രീകൾക്ക് മുൻഗണന ഉള്ളതുകൊണ്ടല്ല അവർ ഇങ്ങനെ കയറി അടിക്കുന്നത്. അത് അവരുടെ ഒരു എന്താ പറയുന്നത് സാമൂഹിക പരാജയം എന്ന് നമ്മൾ പറയേണ്ടി വരും. ആൾക്കൂട്ട ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വികസ്വര രാജ്യമാണ് നമ്മുടെ രാജ്യം. അതിപ്പം സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു കാര്യം ഒന്നും വേണ്ട. പശുമാംസം കഴിച്ചു എന്ന് പറഞ്ഞാലും അത് വിറ്റു എന്ന് പറഞ്ഞാലും ചില സംസ്ഥാനങ്ങളിൽ തല്ലിക്കൊന്നു കളയും. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടിയുടെ രൂപഭാവങ്ങളും അമ്മയുടെ രൂപഭാവങ്ങളും തമ്മിൽ മാച്ചല്ല എന്നുണ്ടെങ്കിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആരോപണത്തിൽ തല്ലിക്കൊല്ലും. മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നായിരുന്നു. അപ്പൊ തല്ലാനായിട്ട് ഒരു കാരണമൊന്നും വേണ്ട. അത് സ്ത്രീ പറഞ്ഞാലും പുരുഷൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇവിടെയുള്ള ആൾക്കാർ തല്ലും. അതും നമുക്ക് വിട്ടേക്കാം. മറുപടിയിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സുരക്ഷിതയാണോ അല്ലയോ എന്നുള്ള കാഴ്ചപ്പാട് മാത്രം മതി. ഇപ്പൊ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ സ്കൂളിൽ സ്വാഭാവികമായിട്ട് പറയുകയാണെന്നുണ്ട് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. കാരണമായിട്ട് ഒരു വ്യക്തി ആ കുട്ടിയെ തൊടുന്ന ആ രീതി ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ളത് ചിന്തിക്കാനായിട്ടും പ്രവർത്തിക്കാൻ ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. റിസർവേഷന്റെ കാര്യം പറയുന്ന സമയത്ത് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് എന്തിനാണ് സംസാരിക്കുന്നത്? ഇപ്പോഴും കുറേയധികം ആളുകളുടെ ഒരു ചിന്തയുണ്ട്. സ്ത്രീകളെ അതിക്രമങ്ങളിൽ നിന്നിട്ട് രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിമൻ റിസർവേഷൻ നൽകുന്നത്. അത് അതിനകത്ത് ഒരു കുഞ്ഞു ഘടകം മാത്രമാണ്. എപ്പോഴും നമ്മൾ ആ ഒരു ലൈംഗിക അതിക്രമങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ പെർസ്പെക്റ്റീവിൽ മാത്രമല്ല റിസർവേഷനെ നോക്കി കാണേണ്ടത്. ഇപ്പം ജെൻഡർ ഈക്വൽ ലോസ് വേണം എന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാരും എപ്പോഴും പറയുന്നത് ഫേക്ക് റേപ്പ് കേസുകൾ എന്ന കാര്യം വെച്ചിട്ടാണ്. അതൊക്കെ ഒരു കുഞ്ഞ് എലമെന്റ് ആണ്. ഇപ്പം ഭിന്നശേഷിക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ കുറെ IAS ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ടുള്ള കഥകൾ വരുന്നു. അപ്പം നമ്മുടെ സിസ്റ്റത്തിന്റെ ടോട്ടൽ ഫെയിലിയറിനെ ഉപയോഗപ്പെടുത്തുന്ന കുറേയധികം ആളുകളുണ്ട്. അപ്പോൾ സിസ്റ്റം സ്ത്രീകൾ മാത്രമുള്ള സിസ്റ്റമോ പുരുഷന്മാർ മാത്രമുള്ള ഒരു സിസ്റ്റം അല്ല. നമ്മളെല്ലാവരും അടങ്ങുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പം ഈ ഒരു ലോ വരുന്ന സമയത്ത് ആ ലോ നടപ്പാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ആ ഒരു ലോയെ സംരക്ഷിക്കുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ പേരൻസ് ഉണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവരും കൂടെ കൂടിയിട്ട് മാത്രമേ ഇത് മാറത്തുള്ളൂ. ടോട്ടൽ ചിന്താഗതി മാറേണ്ട ഒരു സംഗതി ഉണ്ട്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ ആ ചാനലിലെ ക്രിയേറ്റർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടാണോ ഉണ്ടാവുന്നത്? ഗുഡ് ടച്ച് ബാഡ് ടച്ച് സ്ത്രീകളെ മാത്രമാണോ ബോധവാന്മാരാക്കേണ്ടത്? അല്ല, പുരുഷന്മാർക്കും പീഡനം ഏൽക്കേണ്ടി വരാറുണ്ട്. അത് സ്ത്രീകളിൽ നിന്ന് മാത്രമല്ല പുരുഷന്മാരിൽ നിന്നും പീഡനം ഏൽക്കേണ്ടി വരാറുണ്ട്. മറ്റു ജെൻഡറുകളിൽ നിന്നിട്ടും പീഡനം ഏൽക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ അതിക്രമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി
നമ്മൾ അവർക്ക് റിസർവേഷൻ കൊടുക്കുന്നു. ഇപ്പൊ ബസ്സിൽ പല ആളുകളുടെ ഒരു ചിന്തയാണ്, ഇപ്പൊ ഈ സ്ത്രീ അത് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇപ്പം ബസ്സിൽ ഫ്രണ്ട് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ അക്രമം കുറഞ്ഞു കിട്ടുമല്ലോ. ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് മാത്രം ഉണ്ടാകുന്നതല്ലോ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. ഇപ്പൊ ട്രെയിനിൽ കയറുന്ന സമയത്ത് അങ്ങനെ സ്ത്രീകൾക്കായിട്ട് പ്രത്യേക ബോഗികൾ ഉണ്ട് എന്നുണ്ടെങ്കിലും കോമൺ ആയിട്ട് എല്ലാ ആൾക്കാരും ആ ഒരു സീറ്റ് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പം ബസ്സിൽ നടക്കുന്ന ക്രൈമുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ട്രെയിനിൽ കുറവാണ്. അപ്പൊ ഈ മാറ്റിയിരുത്തുന്നത് കൊണ്ട് അത് നമുക്ക് തടയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതല്ല റിസർവേഷന്റെ സംഗതി, അതിലേക്ക് ഞാൻ വരാം. ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും സ്ത്രീകൾക്ക് മാത്രമാവുന്നത് എങ്ങനെയാണ്? സ്ത്രീകളുടേത് മാത്രമാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നും എന്താ പറയാ, നമുക്ക് ആൺകുട്ടികൾ പീഡനം അനുഭവിക്കുന്ന കുറിച്ച് നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ല. ആൺകുട്ടികൾ മീഡിയയിൽ വാർത്തയാവുന്നത് പോലും നിങ്ങൾ ശരി, ഏട്ടൻ പറഞ്ഞ ആൺകുട്ടികൾ പീഡനം സഹിക്കുന്നത് പെണ്ണുങ്ങൾ കാരണം അല്ല, സ്ത്രീകൾ കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു 10 വാർത്ത ഞാൻ പറഞ്ഞ ആളുകളുടെ സംവരണത്തിന് വേണ്ടി നിങ്ങൾ എന്റെ കൂടെ നിൽക്കോ? അത് നിൽക്കില്ല. ഇല്ല. സംവരണം വേണ്ടത് താഴെ നിൽക്കുന്ന ആൾക്കാർക്കാണ്. ബേസിക്കലി റിസർവേഷൻ എന്ന് പറയുന്ന ആ ഒരു മീഡിയം തന്നെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയാം? നിങ്ങൾക്ക് വേണമെന്നല്ലേ പറഞ്ഞേ? എന്തിനാണ് റിസർവേഷൻ? മുൻഗണന എല്ലാ കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് വേണം. മുൻഗണനയല്ല, അത് പ്രയോറിറ്റിയാണ്. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ സംവരണം. സംവരണം മീൻസ് ഒരു 100 സീറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, അതിൽ 25 സീറ്റ് ഇന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ബസ്സിന്റെ കാര്യം മാത്രം എടുത്ത് പറയാം. ഒരു ബസ്സിൽ കയറുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സീറ്റ് ഉണ്ട്. 25% സീറ്റാണ് ഒരു ബസ്സിൽ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. പക്ഷെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല മാറ്റി വെച്ചിട്ടുള്ളത്, സ്ത്രീകൾക്കും വൃദ്ധജനങ്ങൾക്കും വികലാംഗർക്കും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ പോലെ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആളുകളെ പോലെ കാണേണ്ട ആളുകളാണ് സ്ത്രീകൾ എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യൂ, ഞങ്ങൾ അങ്ങനെ സ്പെഷ്യലി ഏബിൾഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇക്വാലിറ്റിക്ക് വേണ്ടി ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. എന്തിനാണ് റിസർവേഷൻ എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. അടിത്തട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റിസർവേഷൻ. നിങ്ങൾ മുകളിലേക്ക് എത്തിയെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ റിസർവേഷൻ മറ്റൊരാൾക്ക്, അത് ആവശ്യമുള്ള മറ്റൊരാൾക്ക് വേണ്ടി മാറിക്കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഉദാഹരണത്തിന് ഒരു ബസ്സിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ വയസ്സായ ഒരു സ്ത്രീ വന്നാൽ എണീറ്റ് കൊടുക്കുന്നത് ഒരു സ്ത്രീ ആയിരിക്കുമോ ഒരു പുരുഷനായിരിക്കുമോ? അനുഭവത്തിൽ പറയണം, ഒരു പുരുഷനായിരിക്കും. ഒരു ഗർഭിണി വന്ന് നിന്നാൽ ഒരു സ്ത്രീ ആയിരിക്കുമോ എഴുന്നേൽക്കേണ്ടത്, ഒരു പുരുഷനായിരിക്കണം എഴുന്നേൽക്കേണ്ടത്? വ്യക്തി വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും ഒന്ന് എണീച്ചോളൂ അപ്പൂപ്പ ഇവിടെ വന്നിരുന്നോളൂ എന്ന് പറയുന്നുണ്ട് അല്ലേ? അത് ഈക്വൽ, അത് ശരിക്കും സംഭവിക്കുന്ന കാര്യം, നോർമലി സംഭവിക്കുന്ന കാര്യമാണ്. അതിനെയാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഒരു ഡിബേറ്റിൽ അനുഭവത്തിൽ നിന്നുള്ള സാക്ഷ്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു ഗർഭിണി വന്നാലും മുതിർന്ന ഒരാൾ വന്നാലും എഴുന്നേറ്റ് കൊടുക്കുന്നത് പുരുഷന്മാർ മാത്രമാണോ? അതിപ്പം അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു നാട്ടിലെ സ്ത്രീകൾ അങ്ങനെ എഴുന്നേറ്റ് കൊടുക്കാത്ത മനസ്ഥിതിയുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ റിസർവേഷൻ ആണോ? അല്ല. അത് നമ്മൾ ചെറുതിലെ തൊട്ട് പേരന്റിങ് വഴിയും സ്കൂളിങ് വഴിയൊക്കെ ആർജിച്ചെടുത്തിട്ടുള്ള കഴിവുകളുടെ ഒരു പരാജയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞ ഇപ്പൊ IQ മാത്രം പോരല്ലോ, SQ വേണം. അതേപോലെ തന്നെ നമ്മൾ വളരെ സിമ്പിൾ ഒരു വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എംപതി എന്ന് പറയുന്ന ഒരു കാര്യം വേണം. അപ്പൊ അതുള്ള ഇൻഡിവിജ്വൽസ്, ഇത് ജെൻഡർ ഭേദമന്യേ ആരും ചെയ്യുന്ന ചില സംഗതികളാണ് എഴുന്നേറ്റ് കൊടുക്കുക, ഇരുത്തുക എന്നീ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സീറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള നടപടികളോട് എനിക്ക് പേഴ്സണലി ഇന്നത്തെ കാലത്ത് വലിയ കാര്യമായിട്ടുള്ള യോജിപ്പില്ല. എന്നാൽ നമ്മളുടെ നാട്ടിൽ അങ്ങനെയെല്ലാം ജെൻഡർ ഭേദമന്യേ വേർതിരിച്ച് കാണുന്നതിൽ ഇഷ്ടമുള്ള ഒരു വലിയ കൂട്ടം പാരമ്പര്യവാദികളുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മാരേജസ് കോളേജിൽ ജെൻഡർ ഭേദമന്യേ ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്ലറ്റ് വന്നു. ടോയ്ലറ്റ് വന്ന സമയത്ത് പാരമ്പര്യവാദികൾ കാര്യമായിട്ട് തന്നെ ഒഫൻഡഡ് ആയി. അവർ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെങ്ങനെ ചെയ്യാൻ പാടില്ല? എനിക്കത് എൻ്റെ ലോജിക്ക് മനസ്സിലായില്ല. കാരണം നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റ് അച്ഛനും അമ്മയും മക്കളും ആങ്ങളും പെങ്ങളും എല്ലാം മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. ടോയ്ലറ്റ് എന്ന് പറയുന്ന ആ ഒരു റൂമിനൊരു ഡോർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിരിക്കുന്ന ആൾ ഏത് ജെൻഡർ ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. ജെൻഡർ ഭേദമന്യേ തിരിക്കാത്ത ഒരു ടോയ്ലറ്റ് സംവിധാനം വന്നാലും മര്യാദയ്ക്ക് യൂസ് ചെയ്യേണ്ട ആൾക്കാർ അത് യൂസ് ചെയ്യും. ഇനിയിപ്പോൾ തിരിച്ച ഒരു ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിലും അക്രമകാരികൾ അവിടെയും വലിഞ്ഞു കയറും. പണ്ടൊക്കെ എന്തോ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കോമഡികളാണ്. സ്ത്രീകളുടെ വാഷ്റൂമിൽ കയറുന്ന, അറിയാതെ കയറുന്ന പുരുഷന്മാർ, പിന്നെ അറിഞ്ഞുകൊണ്ട് കയറുന്ന ആൾക്കാരുണ്ട്, ഒളിഞ്ഞു നോക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് സ്ത്രീകൾക്കകത്തും പുരുഷന്മാർക്കകത്തും ഉണ്ട്. അപ്പൊ ഇതിനകത്തും റിസർവേഷന് വലിയ കാര്യമായിട്ടുള്ള സ്വാധീനമില്ല. നിങ്ങൾക്ക് ഇപ്പോഴും മുൻഗണന വേണമെന്ന് പറയുന്നതിന്റെ ലോജിക്കാണ് ഞാൻ ചോദിക്കുന്നത്. സരോജിനി നായിഡുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സരോജിനി നായിഡുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാണ്? ഇവിടെ ആ ഒരു വ്യക്തിത്വത്തിന്റെ പേര് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയത്തില്ല എങ്കിൽ അത് അത്ര വലിയ ഷെയ്മിങ്ങിനുള്ള സംഗതിയൊന്നുമല്ല. നമ്മളോട് ചിന്തിക്കേണ്ടത് ഒരു കാലത്ത് എന്തിനാണ് അങ്ങനെ ഒരു സമരം അവർക്ക് നടത്തേണ്ടി വന്നത്. അത് ആ ഒരു കാലഘട്ടത്തിൽ, അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ചില പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പൊ ബാങ്കിലേക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ബാങ്കിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അവർ പറയണ ഒരു സ്ത്രീ എന്നുള്ള നിലയില് ബാങ്കുകാർ വിശ്വാസമോട് കൂടിയിട്ട് എമൗണ്ട് തരാണ്, ഒരു രൂപ തരാണ്. അപ്പൊ അവര് അതായത് ആ വിശ്വാസം അവരിപ്പോ ഏട്ടൻ പറഞ്ഞ മുൻഗണന, അത് എന്തുകൊണ്ടായിരിക്കാം ബാങ്കുകാർ നമുക്ക് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
അപ്പം ഞാനതൊന്ന് മനസ്സിലാക്കേണ്ടത് പുരുഷന്മാർ മുഴുവൻ ഫ്രോഡുകളാണെന്നാണ് നിങ്ങൾ പക്ഷെ പറഞ്ഞത്. ഒരിക്കലും അങ്ങനെയല്ല. ബാങ്കിൽ എന്ന് കഴിഞ്ഞാൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഓരോ സ്കീമുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ലോൺ നൽകുന്നത്. ഇപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന കുറേയധികം സ്കീമുകളിൽ കൂടെ ലോണ് കിട്ടും എന്നുള്ളതല്ലാതെ മാനേജർ ജെൻഡർ ഭേദമന്യേ തിരിച്ചിട്ട് ലോൺ കൊടുക്കുന്ന നടപടികൾ ഒരു ബാങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല. കാരണം ഓരോ ആളുകൾക്കും ലോൺ നിർണ്ണയിക്കുന്ന ഒരു ക്രെഡിറ്റ് സ്കോർ, ലോൺ ഹിസ്റ്ററി എന്നീ കാര്യങ്ങളൊക്കെ അവിടെ കൺസിഡർ ചെയ്യപ്പെടും. അതിപ്പോൾ ഏത് സ്കീമിലാണെങ്കിലും പുരുഷന്റെയും സ്ത്രീയുടെയൊക്കെ ലോൺ നോക്കും. പിന്നെ ആസ്തിയുള്ളവന് ലോൺ കൂടുതലായിട്ട് കിട്ടും. പിന്നെ ഇതൊക്കെ ഒരു ടെലിവിഷൻ ഷോ ആണ്. അപ്പോൾ അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്ന സമയത്ത് അവരവരുടെ തോന്നലുകളും കാര്യങ്ങളൊക്കെ പറയും. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ കമന്റ്സ് വരും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യും. അപ്പം ആളുകളുടെ കുറെ തെറ്റിദ്ധാരണ മാറും. ഇപ്പം കുറെ ആളുകൾ വിചാരിക്കുന്നുണ്ടാവും സ്ത്രീകളാണെങ്കിൽ പെട്ടെന്ന് ലോൺ കിട്ടും. അങ്ങനെ കിട്ടത്തൊന്നുമില്ല. എല്ലാവരുടെയും ഒരു പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ കേട്ടോ. ഇനി റിസർവേഷന്റെ പിന്നിലുള്ള കറക്റ്റ് ലോജിക് എന്താണെന്നുള്ളത് കുഞ്ഞു പോയിന്റ്സ് ആക്കി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. വലിയ കാര്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അതുമായിട്ട് തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാവും. ഒന്നാമത്തേത്, അഡ്രസ്സിംഗ് ഹിസ്റ്റോറിക്കൽ ഇൻഇക്വാലിറ്റി. നമ്മളിപ്പോഴും റിസർവേഷൻ തുടരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് കുറച്ച് റിസർവേഷൻ നമ്മൾ കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലങ്ങളായിട്ട് നമ്മൾ പിന്തുടർന്ന് വരുന്ന ആ ഒരു ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇങ്ങനെ കുറച്ച് ലെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെ ഒരു സാധനം കംപ്ലീറ്റ്ലി ഇല്ല, ആ ഒരു ഇൻഇക്വാലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് റിസർവേഷൻ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ സിസ്റ്റം തന്നെ മാറേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ ഒരു പഞ്ചായത്ത് വാർഡ് തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുക, സ്ത്രീ സംവരണ വാർഡ് വരാറുണ്ട്. പലപ്പോഴും അതൊരു കോമഡി ആയിട്ടാണ് ആളുകൾ നോക്കിക്കാണുന്നത്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു പല പഞ്ചായത്തുകളിലെയും പല വാർഡുകളിലെയും ആ ഒരു സ്ത്രീ സംവരണ വാർഡിലെ സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഡെമ്മി ആയിട്ട് പോലും ഇപ്പോഴും പ്രവർത്തിക്കാറുണ്ട് പലയിടത്തും. എന്നാൽ കുറേയൊക്കെ മാറ്റം പലയിടത്തും വന്നിട്ടുണ്ട്. സ്ത്രീകൾ തന്നെ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പഞ്ചായത്ത് ഭരണമുള്ള സ്ഥലങ്ങളുണ്ട്. ചിലയിടത്ത് ഈ ഡെമ്മി ഉള്ളത് എന്തുകൊണ്ടാണ്? കാരണം അവിടെ പതിവായിട്ടൊരു രീതി ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഈ ഒരു സംവരണ സീറ്റ് വെച്ചതുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് അങ്ങനെയുള്ള ഒരു അവസരമെങ്കിലും കിട്ടിയത്. അതിനെ സാധൂകരിക്കുന്ന നല്ലൊരു സ്റ്റഡി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഒരു സ്റ്റഡിയാണ്. അപ്പോൾ അവർ കറക്റ്റായിട്ട് കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. ഇപ്പോഴും റിസർവേഷൻ തുടരുന്നതിന് കാരണമായിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. റിസർവേഷൻ ഫോർ വുമൻ ഹെൽപ്പ് ആക്സിലറേറ്റ് ജെൻഡർ പാരിറ്റി ബൈ പ്രൊവൈഡിങ് ദം വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് വെയർ പ്രീവിയസ്ലി ഇൻആക്സസിബിൾ. എന്ന് വെച്ചാൽ മുന്നേ ഒരു നാട്ടുകൂട്ടത്തിന്റെ ഭരണം അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ഭരണമൊന്നും കിട്ടാതിരുന്ന, അങ്ങടേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ആളുകൾക്ക്, ഇപ്പൊ ഞാൻ നമ്മുടെ ഒരു കുഞ്ഞ് ഏരിയയിൽ നിന്നിട്ടാണ് കേട്ടോ പറയുന്നത്, കിട്ടാത്ത ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു അവസരം കൊടുക്കുന്ന സമയത്ത് ആ ഒരു വേർതിരിവ് മാറുന്നുണ്ട്. അടുത്തത് പ്രൊമോട്ടിംഗ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ് ആണ്. ഇപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നത് പുരുഷന്മാരാണ്. അതിപ്പോൾ ഒരു വീട് പണിയുന്ന കാര്യത്തിലാണെങ്കിലും മക്കൾ വിവാഹത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്ന പുരുഷന്മാരാണ്. എന്നാൽ ഈ സ്ത്രീകളെയും കൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, അതിപ്പം നമ്മുടെ വീട്ടിലെ കാര്യം ഞാൻ ചുമ്മാ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഭരണ നേതൃത്വത്തിലേക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിന്റെ ടോപ്പ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പെർസ്പെക്റ്റീവുകൾ നമുക്ക് കിട്ടും മുന്നോട്ടേക്കുള്ള പോക്കിൽ എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം. അത് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളിപ്പോൾ എല്ലാ ജെൻഡറിനെയും അതിനകത്തേക്ക് ഉൾപ്പെടുത്താറുണ്ട്. ജെൻഡർ ഭേദമന്യേ ഒരു കൂട്ടം ഉണ്ടാവുന്ന സമയത്ത് അവിടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പലതിനെ കുറിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാം ഒരു മെയിൽ ഓറിയന്റഡ് രീതിയിലേ പോകത്തുള്ളൂ. ഈ പ്രൊമോട്ടിംഗ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ സാധൂകരിക്കുന്ന ഒരു പഠനം വേൾഡ് എക്കണോമിക് ഫോറം ഇടയ്ക്കൊക്കെ നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും കിട്ടും. അടുത്തത് എൻഹാൻസിംഗ് റെപ്രസെന്റേഷൻ ഇൻ പൊളിറ്റിക്സ്. സ്ത്രീകൾ പൊളിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് കാര്യമായി തന്നെയുള്ള ഇംപ്രൂവ്മെന്റുകൾ അവര് ഉൾപ്പെടുന്ന, അവര് നേതൃത്വം കൊടുക്കുന്ന ഇടത്ത് ഉണ്ടാവാറുണ്ട് എന്നുള്ള ഒരു കാഴ്ചയും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കാണുന്നതാണ്. അപ്പൊ അതിനകത്തും വ്യക്തമായിട്ടുള്ള ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് വരുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് എവിടെ സെർച്ച് ചെയ്താലും കിട്ടും. റിസർച്ച് ബൈ ദ ഇന്റർ പാർലമെന്ററി യൂണിയൻ IPU ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ജെൻഡർ quotas have been effective in increasing the number of women in parliaments globally. അടുത്തത് എക്കണോമിക് എംപവർമെന്റ് ആണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് സംവരണം വഴിയാണെങ്കിലും എന്ത് വഴിയാണെങ്കിലും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം വിമൻ വർക്ക് ഫോഴ്സും കൂടെ നമുക്ക് ആടാവുകയാണ്. മുന്നേ പറഞ്ഞ എല്ലാ ക്വാളിറ്റികളും കിട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ഗ്രോത്തിന് ഒരു എക്കണോമിക് ഇൻപുട്ട് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇവരൊരു ഗ്ലോബൽ GDP കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. 2025 വരുന്ന സമയത്ത് 12 ട്രില്യൺ കൂടെ GDP ആടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു കണ്ടെത്തൽ. അടുത്തത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബെനിഫിറ്റ്സ്. ഇപ്പൊ ഈ സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫെമിനിസം അതിന്റെയൊക്കെ ഒരു ശക്തി പ്രാപിക്കലിനോടൊപ്പം തന്നെ കയറി വന്ന ഒരു സംഗതിയാണ് ഇപ്പം ജെൻഡർ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ. അപ്പം തുല്യമായിട്ട് തന്നെ എല്ലാ ആളുകൾക്കും ജെൻഡർ ഭേദമന്യേ തന്നെ പരിഗണനകൾ കിട്ടുന്ന ഒരു ഡിസ്കഷൻ പോലും വരുന്നത്
ഈ കറക്റ്റ് മറ്റേ മെയിൽ പെർസ്പെക്റ്റീവിൽ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിൽ നിന്ന് മാറിയപ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ് നമുക്ക് ഇതിനകത്തുണ്ട്. ഇനി ഞാൻ മുന്നേ പറഞ്ഞ വിശാലമായിട്ടുള്ള ഹൈവേ പണി, അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞാൽ നമുക്ക് റിസർവേഷൻ എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ റിസർവേഷൻ എപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും എന്നുള്ളതിൻ്റെ ചില പോയിന്റുകൾ ഞാൻ പറയാം. അച്ചീവ്മെന്റ് ഓഫ് ജെൻഡർ പാരിറ്റി, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റെപ്രസെന്റേഷൻ ഇൻ പൊളിറ്റിക്കൽ ബോഡീസ്, എക്സിക്യൂട്ടീവ് പൊസിഷൻസ്, എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ്. അടുത്തത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, എല്ലാ ആളുകൾക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നിർബന്ധമായിട്ട് വാങ്ങിച്ച് കൊടുക്കേണ്ടാത്ത ഒരു കാലം വന്നു കഴിഞ്ഞാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്തോ മെമ്പർ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തോ തുല്യമായിട്ട് സ്ത്രീകളോ പുരുഷന്മാരോ ആരും ഒക്കെ മത്സരിക്കാൻ ഇറങ്ങുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസർവേഷൻ്റെ ആവശ്യം വരില്ല. കൾച്ചറൽ ആൻഡ് സൊസൈറ്റൽ ചേഞ്ചസ്, ജെൻഡർ ഭേദമന്യേ എല്ലാ ആൾക്കാരെയും അംഗീകരിക്കാനായിട്ടും സ്ത്രീകൾ ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതൊരു ഫാമിലി വ്ലോഗ് ഉണ്ടല്ലോ, മല്ലു ഫാമിലി, അതിനകത്ത് ഒരുത്തനുണ്ടല്ലോ, അവൻ ഏതൊരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിരിക്കുന്നതാണ്. ആള് മറ്റേ അർത്ഥനഗ്നനായിട്ടുള്ള DP ഇട്ടിട്ട് കമൻറ്റ് ഇട്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്ത് ഡാൻസ് കളിക്കുന്ന സ്ത്രീകൾക്കും ലൈക്ക് കിട്ടും കേട്ടോ. ഏതോ ഒരു പെൺകുട്ടികൾ അയാളുടെ പെർസ്പെക്റ്റീവിനനുസരിച്ചിട്ടുള്ള സ്ത്രീ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ഡാൻസ് കളിച്ചപ്പോൾ പുള്ളി കൊടുത്തൊരു അംഗീകാരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുമാതിരി ബോറൻ വർത്തമാനങ്ങളൊക്കെ അവസാനിക്കുന്ന അങ്ങനെയുള്ളവന്മാരുടെ എണ്ണം കുറയുന്ന ഒരു കാലഘട്ടം, എണ്ണം ഇല്ലാതാവുന്ന ഒരു കാലഘട്ടം. പിന്നെ എല്ലാ തീരുമാനങ്ങളും ഉണ്ടാവുന്നത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഡാറ്റ കാര്യമായിട്ട് തന്നെ ഉണ്ടാവുന്നു. ഇക്വാലിറ്റിയുടെ ആവശ്യമില്ല, എല്ലാ ആൾക്കാരും തുല്യമായിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ഡാറ്റ കാര്യമായിട്ട് തന്നെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന റിസർവേഷൻ എടുത്തു മാറ്റാനായിട്ട് പറ്റും. ഇത് പരാതികളാണ്. ഇപ്പോൾ നമ്മൾ കൂടുതലും ഡിബേറ്റുകളിൽ കാണുന്ന പരാതികളാണ്. ഇപ്പം ഈ ബേപ്പൂർ സുൽത്താൻ ചാനലിലെ ക്രിയേറ്ററും ആ ഒരു സ്ത്രീ ഇങ്ങനെ നടത്തിയ ഡിബേറ്റിനകത്താണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പുള്ളിയുടെ പരാതികളാണ്. സിസ്റ്റം ബെറ്റർ ആകുമ്പോൾ പരാതികൾ പരിഹരിക്കപ്പെടും. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മളുടെ നോക്കിക്കാഴ്ചകൾ, പരാതികൾ നമുക്കൊരിക്കലും ഒരു ഡിസ്കഷനിലേക്ക്, ഡിബേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അത് വർക്കാവില്ല. ഇപ്പോൾ ഉള്ളതെല്ലാം പരാതികളാണ്. ഇപ്പം പല ആളുകളും പറയും ജെൻഡർ ബയാസ്ഡ് ലോകളാണ്. കാരണം എന്താ വെച്ചാൽ ചില ആളുകൾ അലിമണി ആവശ്യപ്പെടുന്നു. വിവാഹം വേർപെടുത്തുന്ന സമയത്ത് ജീവനാംശം വാങ്ങുന്ന ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അത് ലോ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉള്ളതുകൊണ്ടാണോ അവരത് വാങ്ങിച്ചെടുക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് എല്ലാ വിവാഹമോചന കേസുകളിലും ആളുകൾ ഇത് വാങ്ങാറുണ്ടോ? മിക്കവാറുള്ള കേസുകളിൽ ആളുകൾ അങ്ങനെ ജീവനാംശത്തിന് വേണ്ടിയൊന്നും ഇടയുണ്ടാക്കാറില്ല. വലിയ നമ്മൾ വാർത്തയിലൊക്കെ കാണുന്ന വലിയ സമ്പത്തുള്ള ആൾക്കാരുടെ കേസിലൊക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പിന്നെ അത് വെക്കുന്ന എന്തിനാണ്? മറ്റേ ജോലിക്കും വിടത്തില്ല, പഠിപ്പിക്കുകയും ചെയ്യത്തൊന്നുമില്ല, പിടിച്ചാരുടെയെങ്കിലും തല കെട്ടിവെച്ച് വിടുന്ന കേസ് കെട്ടുകളിൽ അവർ നാളെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫോഴ്സ്ഡ് അറേഞ്ച്ഡ് മാരേജിൻ്റെ ഒക്കെ ഇരയാവുന്ന ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കംപ്ലീറ്റ്ലി എടുത്തു മാറ്റാനൊന്നും പറ്റുന്നൊന്നുമില്ല. പിന്നെ ഇത് മിസ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാത്തിനകത്തും മിസ്യൂസ് ചെയ്യുമല്ലോ. ഇപ്പം അംബാനിയുടെ മോൻ്റെ കല്യാണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്തോരം അവർ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ മിസ്യൂസ് ചെയ്ത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പൂജ ഗേത്കർ IAS കാര്യം, സിസ്റ്റം ബെറ്റർ ആവുന്ന സമയത്ത് പരാതികൾ പരിഹരിക്കപ്പെടത്തുള്ളൂ. ഇപ്പോൾ മറ്റേ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇവിടെയുള്ള സിസ്റ്റത്തിലുള്ള ആൾക്കാർ നോക്കി വെരിഫൈ ചെയ്തതാണ്. അപ്പോൾ അവർ വ്യാജമായിട്ടുള്ള ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് അതിനെതിരെ പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ എത്രയധികം ആളുകളുടെ അവസരമാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ടോട്ടൽ നമ്മളെല്ലാവരും അടങ്ങുന്ന ഒരു സിസ്റ്റമാണ് ഇതിലൊക്കെ വിജിലൻ്റ് ആവേണ്ടത്. ഇപ്പോൾ ഫേക്ക് റേപ്പ് കേസുകൾ വരുന്നു. ഇപ്പോൾ ന്യൂസ് മിനിറ്റിൻ്റെ റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8% കണ്ടാണ് അവരുടെ ഒരു വാർത്തയിൽ പറഞ്ഞത്. എന്താണെങ്കിലും 8 വരാൻ അത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കാണ് എന്നാണ് അവർ പറയുന്നത്. 8 വരാൻ ചാൻസ് കുറവാണ്. എന്നാൽ അതിനകത്തൊരു സംഗതിയുണ്ട്, 50%-ലധികം റേപ്പ് ഫോൾസ് കേസുകളാണ് എന്ന് ആളുകൾ വാദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ അപ്പ് ഇല്ല. കേസ് ഫയൽ ചെയ്യും, പിന്നീട് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല, നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല, ഭയങ്കര ആക്രമണങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് നടത്തത്തില്ല. അപ്പോൾ അതെല്ലാം വെറും ആരോപണങ്ങളായിട്ട് തള്ളപ്പെടും. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിലൂടെ കണക്ക് കൂട്ടാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ ഭീഷണികളുണ്ടാവും, ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാവും. ഈ മറ്റേ റേപ്പ് കേസ് ആണെങ്കിൽ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിന് പോകുന്ന പേരൻസും അതേപോലെ തന്നെ ബന്ധുക്കാരും ഒക്കെ ഉണ്ട്. കാരണം ഇരയുടെ കുടുംബവും നാണം കെടുന്നു, ഇരയുടെ വീട്ടുകാർക്കും പിന്നീട് പലയിടത്തും അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരാറുണ്ട്, വേട്ടക്കാരനും നാണക്കേടാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് വലിയ കഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര നമ്മൾ അതിവൈകാരികമായിട്ട് കയ്യടികളൊക്കെ കൊടുക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്കഷൻസിൻ്റെ പിന്നിൽ നമ്മൾ ഭയങ്കര ഒബ്ജക്റ്റീവായിട്ട് വേണം കാര്യങ്ങൾ നോക്കിക്കാണാൻ എന്നുള്ള ഒരു എളിയ അഭിപ്രായമാണ് എനിക്കുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.